2-3 ദിവസത്തെ കറക്കെല്ലാം കഴിഞ്ഞ് ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി. പപ്പേൻ്റെ വീട്ടിൽ കണ്ണൂത്തെത്തി. എന്നിട്ട് അന്ന് രാവിലെ തന്നെ നമുക്ക് നാവൂട്ടലുണ്ടായിരുന്നു. നാവൂട്ടൽ വന്ന് നമ്മൾ പാമ്പിൻ്റെ ആയില്യം പിറന്നാളിന് അന്ന് നമ്മൾ നാഗത്തിന് പൂജ ചെയ്യും, ഊട്ടും. ഫുഡ് നല്ല ഉണങ്ങച്ചോറും പായസം എല്ലാം വെച്ചിട്ട് ഇങ്ങനെ നാഗത്തിന് ഊട്ടും. അപ്പോൾ അതിന് നമ്മൾ നാവൂട്ടൽ എന്ന് പറയുക. അപ്പോൾ എൻ്റെ മമ്മേൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടൊരു നാഗത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്, ഒരു തറ മാതിരി ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാ വർഷവും അവിടെ നമ്മൾ അങ്ങനെ പൂജ നടത്തും. അപ്പോൾ ഇന്നായിരുന്നു ആ ദിവസം. അപ്പോൾ മമ്മേൻ്റെ വീട്ടിലും ഉണ്ട്, പപ്പേൻ്റെ വീട്ടിലും ഉണ്ട്. റെഡിയായി, അമ്മാമ്മയെല്ലാം റെഡിയാക്കി വെച്ചു. ചെമ്പകപ്പൂവല്ല, ആ റെഡ് കളർ പൂവും പിന്നെ അരിയും മലരും എല്ലാ സാധനവും ആക്കി വെച്ചു. നമ്മൾ പൂജാരിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലി പൂജാരി വന്നു. ഇത് എൻ്റെ അച്ചാച്ചൻ്റെ, കണ്ണൂത്തെ അച്ചാച്ചൻ്റെ അനിയനാണ്. അപ്പോൾ അച്ചാച്ചൻ അവരെ പോയി കൂട്ടിയിട്ട് വന്നു. അപ്പോൾ 2 അമ്മാമ്മയും കൂടി എൻ്റെ മമ്മിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 സെക്കൻഡ് നടക്കാൻ തൊട്ട് സൈഡിൽ തന്നെ, എൻ്റെ പുതിയ വീട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സംഭവം. അപ്പം അമ്മമ്മ വിളക്കും മലരും എൻ്റെ മമ്മ എല്ലാ പൂവും എണ്ണയും എല്ലാ സാധനമെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ സൈഡിലെ തറ ഉണ്ട്, കുഞ്ഞു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ശരിക്കും എനിക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല വൃത്തിക്ക് അറിയില്ല, അതാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം പൂജയെല്ലാം ചെയ്തു. പുതിയ പൂജാരി ആയതുകൊണ്ട് അമ്മമ്മ പിന്നെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതല്ല. അപ്പോൾ അമ്മമ്മക്ക് എല്ലാ സംഭവം അറിയാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്കേണ്ടതെന്നെല്ലാം. അപ്പോൾ ഈ പുതിയ പൂജാരി ആയതുകൊണ്ട് അമ്മമ്മ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം, അതങ്ങനെ ആക്കണം, ഇതിങ്ങനെ ആക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മമ്മക്കെല്ലാം അറിയാം. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞിട്ടെല്ലാവരും നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഭാഗ്യ ചേച്ചി വന്നിന്. അപ്പുറത്തെ വീട്ടിൽ തന്നെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി വന്നിന്, ഭാഗ്യ ചേച്ചി. അവരും എല്ലാ വർഷവും ചേച്ചിയും ഉണ്ടാവും ഈ നാവൂട്ടിൻ്റെ സമയത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. എപ്പോഴും ഉണ്ട് എന്ന് അറിയും, പക്ഷെ അങ്ങോട്ടേക്ക് പോലില്ല. അതിൽ പായസവും അണുങ്ങച്ചോറും കഴിച്ചിട്ടിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എൻ്റെ മമ്മേൻ്റെ വീട്ടിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇങ്ങനെ നാവൂട്ടിലെല്ലാം. അപ്പോൾ നല്ല പൂജയെല്ലാം കഴിഞ്ഞു. മലരും ഇളനീരും പഴവും എല്ലാം ആക്കിയിട്ട് കിടക്കാം. എന്നിട്ട് ഞാനും മമ്മയും കൂടി എൻ്റെ മമ്മേൻ്റെ വീട്ടിലേക്ക് മയിൽ പോയി. അവിടെ ഉണ്ടല്ലോ ആദ്യം പറഞ്ഞ നാവൂട്ടൽ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഓഫായി, വണ്ടി ഫുള്ള് പോയി. എന്നിട്ട് പിന്നെ മാമീനെ വിളിച്ച് മാമി അവിടെ കൂട്ടാൻ വന്ന് ആദ്യം എന്നെ വീട്ടിലേക്ക് ഇറക്കി, പിന്നെ മമ്മേനെ കൂട്ടാൻ പോയി. അതെല്ലാം വലിയൊരു കഥയായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ തുടങ്ങുന്നത്ര അവിടെ പൂജാരി വെള്ളം വെച്ചിട്ട് ചോറും ഉണങ്ങച്ചോറും പായസവും അതിൻ്റെ എല്ലാം സംഭവം ആക്കുന്നത്രേ. ലാസ്റ്റ് അതാക്കി കുറച്ച് കഴിഞ്ഞപ്പാട് നമ്മളെല്ലാവരും വിളിച്ചു, പൂജ തുടങ്ങി. ഇപ്രാവശ്യം അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു. കണ്ണൂത്തെ അമ്മമ്മ, കോഴിയുടെ അമ്മമ്മ, നിന്നൊരു അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായി. പിന്നെ കുറേ ആൾക്കാരില്ല, വരാനും പോകാനും. അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്തെല്ലോ ഇതായിട്ട് ആരും കുറേ ആളും വന്നിട്ടില്ല. അപ്പം ഞാനുണ്ടായിരുന്നു, മമ്മ, മാമി, 2 പിള്ളേർ, അക്കു, ആയു, പിന്നെ അച്ഛൻ, പിന്നെ ധന്യാൻ്റി ആൻഡ് ഹസ്ബൻഡ്, പിന്നെ നമ്മൾ കണ്ണൂത്ത് 2 അങ്കിളും ആൻറ്റിയും വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് പൂജയെല്ലാം കഴിഞ്ഞ് പൂജാരി ഇങ്ങനെ തിരിഞ്ഞ് കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറഞ്ഞ്, റൗണ്ട് ആക്കാൻ പറഞ്ഞ് 3 പ്രാവശ്യം. അപ്പം അങ്ങനെ അച്ഛനാക്കി, 2 പിള്ളേരാക്കി, മാമിയും എല്ലാവരും ആക്കി, ഞാനും ആക്കി. എന്നിട്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എല്ലാം കണ്ണൂത്തുനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആ മലരും അത് കഴിച്ചിട്ട് പിന്നെ പുട്ടും പഴവും വേണു. അതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കുറേ ഇടിയപ്പവും കടലക്കറിയും കഴിച്ചു. പിന്നെ ഉച്ചക്ക് ചോറെല്ലാം ആക്കി ഞാൻ, പക്ഷേ ഉണങ്ങച്ചോറ് അതെല്ലാം കുറേ ബാക്കി ഉണ്ടാവും ഇവിടെ.
അപ്പോൾ മമ്മ വിളക്ക് എടുത്തിട്ട് പോകുന്നതാണ് പൂജ ചെയ്ത്. അത് കണ്ട വലിയ ഉരുളിയിൽ നിറച്ചും ചോറും ഉണങ്ങ ചോറും അതെല്ലാം ആക്കി വെക്കും. പിന്നെ കുറേ ആൾക്കാർ കൊടുക്കും അരി ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, പ്രസാദമാക്കാൻ വേണ്ടിയിട്ട് കുറേ നാട്ടിലെ കുറേ ആൾക്കാർ അങ്ങനെ കൊടുക്കും. മാമി ഇങ്ങനെ ഓരോ ആക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുമോ, പാക്ക് ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ അരി കൊടുത്തിട്ട് പൂജാരി ചോറ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. എന്നിട്ട് അവർ ആ ചോറ് പ്രസാദമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ പായസവും ആക്കും കുറച്ച്. എന്നിട്ട് പിന്നെ എല്ലാം ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഓക്കെ എന്നാൽ ബൈ ബൈ. അടുത്ത വീഡിയോ കാണേ. ടാറ്റാ.